ടുഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഡെയിലി സിമ്പിൾ ആൻഡ് ഷോർട്ട് ഇംഗ്ലീഷ് സെന്റൻസുകൾ പറഞ്ഞു പ്രാക്ടീസ് ചെയ്തു വരികയാണല്ലേ. ഇന്നും നമുക്ക് ഷോർട്ട് ഇംഗ്ലീഷ് സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ടേ. നമ്മൾ മിക്കവരും ചായ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാക്കുന്നവരുമാണ്. ഇന്ന് നമുക്ക് ചായ ഉണ്ടാക്കുന്ന രീതി ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കിയാലോ. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറില്ലേ, ഒരു ടീ പോട്ട് അല്ലെങ്കിൽ പാൻ എടുത്ത് അതിൽ ആവശ്യത്തിന് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ട് തിളപ്പിച്ച് ചായ ഉണ്ടാക്കുക എന്നൊക്കെ. അതുപോലെ നമുക്ക് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കിയാലോ. എന്താ, നിങ്ങൾ തയ്യാറാണോ? എന്നാ നമുക്ക് പോകാം ചായ ഉണ്ടാക്കാൻ. ആദ്യം ഒരു ടീ പാൻ അല്ലെങ്കിൽ ടീ പോട്ട് എടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ടേക്ക് എ ടീ പാൻ ഓർ ടീ പോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ടേക്ക് എ ടീ പാൻ or teapot. എടുത്തല്ലോ. ഇനി നമുക്ക് ചായ തിളപ്പിക്കാം. ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കുക. Boil a cup of water in a pot. Boil a cup of water in a pot. തിളച്ച വെള്ളത്തിൽ 1 മുതൽ 2 സ്പൂൺ ബ്ലാക്ക് ടീ ഇടുക. Put 1 to 2 spoons of black tea in the boiling water. Put 1 to 2 spoons of black tea in the boiling water. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ഇഞ്ചി ചേർക്കുക. Add a bit of ginger if you want. Add a bit of ginger if you want. ഇത് 2-3 മിനിറ്റ് തിളപ്പിക്കുക. Boil it for 2 to 3 minutes. Boil it for 2 to 3 minutes. 1 കപ്പ് പാൽ ഒഴിച്ചിളക്കുക. Pour in a cup of milk and stir. Pour in a cup of milk and stir. വീണ്ടും 3 മുതൽ 5 മിനിറ്റ് തിളപ്പിക്കുക. Boil again for 3 to 5 minutes. Boil again for 3 to 5 minutes. രുചിക്ക് പഞ്ചസാര ചേർത്ത് ഇളക്കുക. Add sugar to taste and stir. Add sugar to taste and stir. നിങ്ങളുടെ കപ്പിലേക്ക് ചായ അരിച്ചെടുക്കുക. Strain the tea into your cup. Strain the tea into your cup. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ചൂടുള്ള ചായ ഉണ്ട്. Now you have a nice warm chai. Now you have a nice warm chai. നിങ്ങളുടെ ലളിതമായി വീട്ടിലുണ്ടാക്കിയ ചായ കുടിച്ച് ആസ്വദിക്കൂ. Enjoy sipping your simple homemade tea. Enjoy sipping your simple homemade tea. ചപ്പാത്തി ഉണ്ടാക്കുന്ന വിധം ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കിയാലോ. ഇതിലൂടെ നമുക്ക് ന്യൂ വേർഡ്സ് മനസ്സിലാക്കാനും അതുപോലെ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ടേ. പോകാം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ. ഒരു പാത്രത്തിൽ ഗോതമ്പ് പൊടിയും 1 നുള്ളുപ്പും മിക്സ് ചെയ്യുക. മിക്സ് വീറ്റ് ഫ്ലോർ ആൻഡ് എ പിഞ്ച് ഓഫ് സാൾട്ട് ഇൻ എ ബൗൾ. മിക്സ് വീറ്റ് ഫ്ലോർ ആൻഡ് എ പിഞ്ച് ഓഫ് സാൾട്ട് ഇൻ എ ബൗൾ. മൃദുവായ മിശ്രിതം ഉണ്ടാക്കാൻ വെള്ളം ചേർക്കുക. Add water to form a soft dough. Add water to form a soft dough. മിശ്രിതം സോഫ്റ്റ് ആകുന്നത് വരെ കുഴയ്ക്കുക. തുടർന്ന് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. Knead the dough until smooth. Then rest for 15 minutes. Knead the dough until smooth. Then rest for 15 minutes. മിശ്രിതത്തിൽ നിന്ന് ചെറിയ ഉരുളകൾ ഉണ്ടാക്കുക. Make small balls from the dough. Make small balls from the dough. കനം കുറഞ്ഞതും വൃത്താകൃതികളിലേക്കും ഉരുളകൾ ഉരുട്ടുക. Roll the balls into thin round shapes. Roll the balls into thin round shapes. ചപ്പാത്തി പാനിലിട്ട് വേവിക്കുക. Put the chapati on the pan and cook. Put the chapati on the pan and cook. ചപ്പാത്തി പഫ് ആകുന്നത് വരെ വേവിക്കുക. Cook until the chapati puffs up. Cook until the chapati puffs up. മറുവശം വേവിക്കാൻ ഇത് മറിച്ചിടുക. Flip it over to cook the other side. Flip it over to cook the other side. അത് പഫ് ചെയ്യാൻ സഹായിക്കുന്നതിന് ചെറുതായിട്ട് അമർത്തുക. Press lightly to help it puff. Press lightly to help it puff. എല്ലാ ചപ്പാത്തികളും ഈ രീതിയിൽ വേവിക്കുക. Cook all the chapatis this way. Cook all the chapatis this way. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചപ്പാത്തിയിൽ വെണ്ണയോ നെയ്യോ പുരട്ടുക. If you like, apply butter or ghee to chapatis. If you like, apply butter or ghee to chapatis. നിങ്ങളുടെ പ്രിയപ്പെട്ട കറിയുടെ കൂടെ ചൂടുള്ള ചപ്പാത്തീസ് വിളമ്പുക.
Serve the warm chapatis with your favorite curry. Serve the warm chapatis with your favorite curry.